ആൻ്റണി പെപ്പെ വർഗീസിൻ്റെ ഇടിപ്പടം കാട്ടാളം കണ്ടുവന്ന് ഇറങ്ങിയാണ്. ഇന്നലെ കാണണമെന്ന് വിചാരിച്ചു, ഇന്നലെ കാണാൻ പറ്റില്ല. ചില സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഇന്നലെ പോകാൻ പറ്റില്ല. ഞാൻ പെപ്പയുടെ എല്ലാ പടവും ഫസ്റ്റ് ഷോ പോയി കാണുന്നതാണ്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് മൂവി അങ്കമാലി ഡയറീസ് ആണ്. ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ നിന്ന് എടുത്ത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ എനിക്കൊരു സാധനങ്ങൾ കയറും. സോ കാട്ടാളം മൂവി ഞാൻ കണ്ടു. ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ്, റിയാക്ഷൻസ്, ട്രോൾസൊക്കെ ഞാൻ കണ്ടു. ഞാൻ ആ പടം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കും, ഇവന്മാരൊക്കെ എന്തിനാണ് ഇങ്ങനെ ട്രോളിന് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞേ. പടം ഒരു രക്ഷയില്ല, ഇടിയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേറെ, കഥാലോചിക്ക് അങ്ങനെ വലിയ കാര്യത്തിലൊന്നുമില്ല. ബട്ട് എൻ്റർടൈൻമെൻ്റ് ആണ്. ഭയങ്കര എനർജറ്റിക് പടമാണ്. പടത്തിൽ ഒരു 5 മിനിറ്റ് പോലും ലാഗില്ല. കുറച്ച് ക്ലീശ പരിപാടിയൊക്കെ ഉണ്ട്. സംഭവം പൊളിയാണ്. ഭയങ്കര രസമാണ്. പപ്പയുടെ ഇടി, ജഗദീഷ് ചേട്ടൻ ഉണ്ട്. പിന്നെ അനാൻഷാൻ്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായി, ചെറിയൊരു ഫീൽ ഉണ്ടായി. എന്തുകൊണ്ട് അയാൾക്ക് അങ്ങേർക്ക് ഡയലോഗ് കൊടുത്തില്ല? കേരളത്തിൽ ഇത്ര കാര്യം ഫാൻ ബേസിലുള്ള ഒരാളായിട്ടും അയാൾക്ക് ഡയലോഗ് എടുക്കാതെ ഭയങ്കര മോശമായിപ്പോയി. ആ ഒരു കാര്യത്തിൽ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ്. ബട്ട് പടം ടോട്ടലി തുടക്കം മുതൽ ഒടുക്കം വരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ നെഗറ്റീവ്സും ട്രോൾസൊക്കെ കണ്ടിട്ട് പടം കാണാതിരിക്കുന്ന ആളാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പടം ഒരു എന്താ പറയുക, ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ പടമാണ്. തിയേറ്ററിൽ ഇരുന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ പടമാണ്. നിങ്ങൾ ധൈര്യമായിട്ടൊന്ന് കണ്ടു നോക്ക്.